ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. 44-ാം ശ്ലോകം. ഏകമതപ്രഖ്യാപനം. ഇങ്ങനെ പ്രപഞ്ചസത്യവും അതിൻ്റെ സാക്ഷാത്കാരവും ശ്രുതിയുക്തി അനുഭവങ്ങളെ അവലംബമാക്കി സംശയാതീതമായി ചർച്ച ചെയ്ത ശേഷം 44 മുതൽ 49 വരെയുള്ള 6 പദ്യങ്ങളിൽ സകല മതസാരവും ഒന്നാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഗുരുദേവൻ. ശാസ്ത്രീയമായ പരമസത്യം സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നയാൾക്ക് മതമൊന്നും പ്രത്യേകിച്ചില്ല. ഈ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള മാർഗങ്ങളാണ് എല്ലാ മതങ്ങളും. മാർഗങ്ങളെന്ന നിലയിൽ അവയെല്ലാം സത്യത്തിൻ്റെ അല്പബോധം മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. ഈ അല്പബോധമാണ് കലഹങ്ങൾക്കും വാദങ്ങൾക്കും വഴി നൽകുന്നത്. ഇക്കാര്യമാണ് 44-ാം പദ്യത്തിലെ പ്രതിപാദ്യം. 44-ാം ശ്ലോകം. പല മതസാരവുമേകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവതു കണ്ടലയാതമർന്നിടേണം. പല മതസാരവും എല്ലാ മതങ്ങളുടെയും പരമലക്ഷ്യമായ സത്യം ഏകമെന്ന്, ഒന്നാണെന്ന് പാരാതെ, വിചാരം ചെയ്തറിയാതെ ഉലകിൽ, ഈ ലോകത്ത് ആനയിൽ അന്ധരെന്ന പോലെ, ആനയെ കണ്ട് തിരിച്ചെത്തിയ കുരുടന്മാരെ പോലെ പലവിധ യുക്തി പറഞ്ഞ് പലതരം വാദങ്ങൾ ഉന്നയിച്ച് പാമരന്മാർ, ശാസ്ത്രീയ സത്യം വിചാരം ചെയ്തറിയാൻ കഴിയാത്ത മന്ദബുദ്ധികൾ അലവതു കണ്ട്, സംശയാലുക്കളായി ഉഴലുന്നത് കണ്ട് അലയാതമർന്നിടേണം. ഉഴലാതെ ശാന്തമായി സത്യം തിരയണം. എല്ലാ മതങ്ങളുടെയും പരമലക്ഷ്യമായ സത്യം ഒന്നാണെന്ന് വിചാരം ചെയ്തറിയാതെ ഈ ലോകത്ത് ആനയെ കണ്ട് തിരിച്ചെത്തിയ കുരുടന്മാരെ പോലെ പലതരം വാദങ്ങൾ ഉന്നയിച്ച് ശാസ്ത്രീയ സത്യം വിചാരം ചെയ്തറിയാൻ കഴിയാത്ത മന്ദബുദ്ധികൾ സംശയാലുക്കളായി ഉഴലുന്നത് കണ്ട് ഉഴലാതെ ശാന്തമായി സത്യം തിരയണം. പല മതസാരവുമേകം. സത്യം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായി സത്യം ചർച്ച ചെയ്തുറപ്പിക്കുന്ന ശാസ്ത്രമാണ് വേദാന്തം. ഇവിടെ അന്ധമായ വിശ്വാസത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ബോധ്യപ്പെട്ടവർ ചിരകാലമായി ഈ സത്യം പരീക്ഷിച്ച് ഉറപ്പിച്ചിട്ടുമുണ്ട്. അവനവനിൽ സദാ ഞാനുണ്ട് എന്നിങ്ങനെ ഉണ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബോധാംശത്തെ പിന്തുടർന്നന്വേഷിച്ചാൽ തെളിയുന്ന അഖണ്ഡ ബോധം തന്നെയാണ് ജഗത് സത്യം. ഇവിടെ എത്തിയാലേ സത്യാന്വേഷണം അവസാനിക്കൂ. ഈ അദ്വൈത സത്യത്തെയാണ് എല്ലാ മതങ്ങളും തിരയുന്നത്. ഇഷ്ടദേവന്മാരും ഉപാസനകളും വിവിധ മതങ്ങളിലെ അനുഷ്ഠാന ഭേദങ്ങളും ഈ ആത്മസത്യം കണ്ടെത്താനുള്ള ഉപായങ്ങൾ മാത്രമാണ്. അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും പരമമായി സ്നേഹിക്കുന്നതും ഈ ആത്മസത്യത്തെയാണ്. പല മതസാരവും ഏകം എന്ന പ്രസ്താവനയിലൂടെ ഇക്കാര്യമാണ് ഗുരുദേവൻ അർത്ഥമാക്കിയിരിക്കുന്നത്. ആനയിൽ അന്ധരെന്ന പോലെ യുക്തിക്ക് തെളിയുന്ന ശാസ്ത്രസത്യം പോലും സ്വയം പരീക്ഷിച്ച് ഉറപ്പിക്കുമ്പോൾ മാത്രമേ അനുഭവം പൂർണ്ണമാവൂ. ഈ പൂർണ്ണ അനുഭവത്തിലെത്താതെ അല്പദർശനങ്ങളെ ആസ്പദമാക്കി കലഹിക്കുന്നവരാണ് അന്ധരായ അനുയായികൾ. അവർ ആനയെ കണ്ട് തിരിച്ചെത്തിയ കുരുടന്മാരെ പോലെയാണ്. ആനയുടെ കാലും ചെവിയും ഒക്കെ തപ്പിനോക്കി ആന തൂണുപോലെയാണ്, ആന മുറം പോലെയാണ് എന്ന തീരുമാനങ്ങളുമായി കുരുടന്മാർ തിരിച്ചെത്തുകയാണ്. അവർ ഒരുമിച്ച് ചേർന്ന് ആനയെക്കുറിച്ചൊരു ചർച്ച നടത്തി ആനയുടെ സ്വരൂപം തീരുമാനിക്കാൻ പുറപ്പെട്ടാൽ ഒരിക്കലും യാഥാർത്ഥ്യം തെളിയുകയില്ലെന്ന് തീർച്ചയാണല്ലോ. അതുകൊണ്ടാണ് സത്യാനുഭവത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണാനുഭവം നേടിയ ഗുരുവിൻ്റെ ഉപദേശം അത്യന്താപേക്ഷിതമാണെന്ന് വേദാന്തം ശഠിക്കുന്നത്. അതുകൊണ്ട് ധീരനായ ഒരു സത്യാന്വേഷി തനിക്ക് ആത്മതത്വം വ്യക്തമായി തെളിയുന്നതുവരെ ശാസ്ത്രത്തെയും ഗുരുവിനെയും അവലംബമാക്കി മുൻപോട്ട് പോകേണ്ടതാണ്. സ്വാർത്ഥതൽപരരായ അല്പബുദ്ധികളുടെ കയ്യിൽ ചെന്നു പെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടതുമാണ്. അവനവൻ്റെ പൂർണ്ണ രഹസ്യം വ്യക്തമായി കണ്ടെത്തുന്നതാണ് സത്യസാക്ഷാത്കാരം. അതറിഞ്ഞാൽ നിലനിൽപ്പിൻ്റെ ആകെ രഹസ്യം അതോടെ മാറി തെളിയും. ഇത് ധരിക്കാതെ പരസ്പരം അന്ത്യതീരുമാനം കാണാതെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ അവർ സത്യത്തെ അറിയുന്നവരല്ലെന്ന് അപ്പോൾ തന്നെ തീരുമാനിക്കാം. സംശയാലുക്കളെല്ലാം മായയുടെ പിടിയിൽപ്പെട്ടുഴലുന്നവരാണെന്ന് അറിയുന്നത് നന്ന്.
ഇക്കാര്യമാണ് ഗുരുദേവൻ 45-ാം പദ്യത്തിൽ വെളിപ്പെടുത്തുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.